ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പലരും റിലേഷൻഷിപ്പിലുള്ള ആളുകളുണ്ടായിരിക്കും. മാരേജ് കഴിഞ്ഞിട്ടില്ലാത്ത പ്രണയ ജീവിതത്തിലുള്ള ആളുകളുണ്ടായിരിക്കും, മാരേജ് കഴിഞ്ഞവരുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പേഴ്സൺ ശരിക്കും നിങ്ങൾക്ക് ഓക്കെ അല്ല, അല്ലെങ്കിൽ അതൊരു റോങ് പേഴ്സൺ ആണ്. അപ്പോൾ അവരുമായിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാലോ, റോങ് പേഴ്സണെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഓക്കെ ആയിട്ട് പോകാൻ പറ്റില്ല, അവരുമായിട്ട് നിങ്ങൾ ഒരിക്കലും സെറ്റ് ആവില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരാളെയാണ് നിങ്ങൾ ചൂസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് അറിയാൻ പറ്റുക? അതിന് വേണ്ടിയിട്ടുള്ള ഒരു 3-4 കാര്യങ്ങളാണ് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾ ചൂസ് ചെയ്ത പേഴ്സൺ ഒരു റോങ് പേഴ്സൺ ആണെങ്കിൽ എങ്ങനെ നമുക്ക് അറിയാനായിട്ട് പറ്റും എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്തൊന്നും ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളായിട്ട് നിൽക്കാനായിട്ട് പറ്റുണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് എങ്ങനെ ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പലപ്പോഴും അഭിനയിക്കാന്നൊക്കെ പറയുമല്ലോ, സന്തോഷമുള്ളതായിട്ട് അഭിനയിക്കേണ്ടതായിട്ട് വരും. അവരാഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് അഭിനയിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. നമ്മുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണ്, നമ്മൾ എങ്ങനെയാണ്, അത് അവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മുന്നേ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം. അവര് വിചാരിക്കുന്ന പോലെ ഒരാളല്ല, അല്ലെങ്കിൽ നിന്റെ ഈ സ്വഭാവം മാറ്റണം, ആ സ്വഭാവം മാറ്റണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ നിങ്ങളല്ലാതെ അഭിനയിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. മറ്റൊരാളെ പോലെ അല്ലെങ്കിൽ മറ്റൊരു സ്വഭാവമായിട്ട് നിങ്ങൾക്ക് കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കും. നിങ്ങളായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവരെപ്പോഴും നിങ്ങളുടെ കുറവുകളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ കുറവുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ അവരുമായിട്ട് നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെന്ന് വിചാരിക്കുക, ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഒരു ഫോൺ കോൾ ആണെന്ന് വിചാരിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് അതിൽ സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കില്ല. ഒരു ബാഡ് ഫീൽ ആയിരിക്കും എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കിട്ടുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, നിങ്ങളുടെ കുറവുകൾ കണ്ടുപിടിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്താലും അതിന് വാല്യൂ തരാത്തൊരു പേഴ്സൺ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്നെ വളരെ മോശമായിട്ട് ഫീൽ ചെയ്യാണ് നിങ്ങളെക്കുറിച്ച് തന്നെ. നിങ്ങളെക്കുറിച്ച് എപ്പോഴും കുറ്റങ്ങൾ പറയുമ്പോൾ എന്താണ്, നമ്മുടെ ചുറ്റുമുള്ളവരപ്പം എല്ലാവരും നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ വളരെ മോശമാണെന്നുള്ള ചിന്ത വരും എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും പറയില്ലെങ്കിലും ഒരാൾ പറഞ്ഞാലും മതി, നമുക്ക് എന്തൊക്കെയോ കുറവുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതേപോലെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തായാലും അവർ നമ്മളെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാഡ് ഫീൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും അവർ നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരിക്കലും അവരുടെ കൂടെ ഉള്ളത് ചിന്തിക്കാൻ കഴിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ഒറ്റയ്ക്കുള്ളത്, നിങ്ങളുടെ ഹാപ്പി ആയിട്ടുള്ള ലൈഫ്, ഈ ഒരു കാര്യമായിരിക്കും എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ആ ഒരു പേഴ്സൺ കൂടെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്തരത്തില് അവരെക്കുറിച്ചുള്ള ചിന്തകളൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാവിയെക്കുറിച്ച് മനസ്സിലേക്ക് ചിന്തകൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അൺകോൺഷ്യസ്ലി നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ കൂടെ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഓരോ ചിന്തകൾ വരുന്നത്, സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നത്. അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും ഒക്കെ അവരില്ലാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവരില്ലെങ്കിലാണ് നിങ്ങൾ സന്തോഷമായിരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ തുടരുന്നുണ്ട്, അവരോട് സ്നേഹമുള്ളതുപോലെ കാണിക്കുന്നുണ്ട്, എങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം അവരില്ലാത്തതാണ് നിങ്ങൾക്ക് നല്ലതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തകൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനാണ്, അതൊരു റോങ് പേഴ്സൺ ആണ് എന്നുള്ളത്. ഇനി നാലാമത്തെ സൈൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരുടെ കൂടെ എപ്പോഴും ഹാപ്പി അല്ലാതെ ആയിരിക്കും ഇരിക്കേണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തീരെ സന്തോഷം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ, റിലേഷൻഷിപ്പിലുള്ള സമയത്തൊന്നും നിങ്ങൾക്ക് സന്തോഷമാവാൻ പറ്റുന്നുണ്ടാവില്ല. അവരൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ സാഡായി മാറും. ഇനിയിപ്പോൾ അവരെ നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലായി, ഈശ്വര ഇനിയിപ്പോൾ എന്താണ് അവ ഉണ്ടാവാൻ പോവുക എന്നുള്ള അങ്ങനെ ചിന്തയിലായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതായത് സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ആ റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട് പറ്റില്ല. പതിയെ പതിയെ നിങ്ങളുടെ സന്തോഷം മുഴുവനായിട്ട് ഇല്ലാതാവും എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ, ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് എങ്ങനെയായിരിക്കും? നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് സന്തോഷം എന്ന് പറയുന്ന സംഭവം കിട്ടുമോ? ഇല്ല. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ വിഷമിച്ച് നിങ്ങളുടെ ജീവിതം ഇല്ലാതാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ വേണോ വേണ്ടയോ എന്നുള്ളത് ഇനി ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു റോങ് പേഴ്സണെയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി അത് മാറ്റാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല. ചിലപ്പോൾ ചിലർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇല്ല എനിക്ക് റോങ് പേഴ്സൺ ആണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്, അവരില്ലാണ്ട് എനിക്ക് പറ്റില്ല, ഇനിയിപ്പോൾ വേറൊരാളെ ആ സ്ഥാനത്ത് ചിന്തിക്കുക എന്ന് പറയുന്നത് പോലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മാറ്റം ആ ഒരു പേഴ്സണിൽ കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉള്ളിലുണ്ട്, അതിന് പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം, ആ ഒരു പേഴ്സണിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പൊ അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഞങ്ങളുടെ പേഴ്സണൽ ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഈ 4 കാര്യങ്ങളിൽ തന്നെ എല്ലാം ഉണ്ട്. ഒരു റോങ് പേഴ്സൺ എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ തിരിച്ചറിയുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, നല്ലതാണോ അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് യോജിച്ചതല്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്